ഈ ഓഫീസർമാരൊന്നും ഇപ്പോൾ അവിടെ ഇല്ലേ? ഇപ്പോൾ അതിനകത്തുണ്ടോ അവർ? അല്പം മുമ്പ് നമ്മൾ കണ്ടതാണ് ഈ കുട്ടികൾക്ക് ഭക്ഷണം പാകം ചെയ്യാൻ വേണ്ടി വെച്ചിരുന്ന ഉണ്ടാക്കിയിരുന്ന ടെന്റ് എന്ന് പറയുന്നത് അത് ഇവിടെയുള്ള ഒരു ഓടയുടെ അഴുക്ക് ചാലിന്റെ ഭാഗത്തു നിന്നാണ് ഈ കുട്ടികൾക്ക് ഭക്ഷണം പാകം ചെയ്യാനുണ്ടായിരുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അമൽ സുരേന്ദ്രൻ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുകയാണ്. കൊച്ചിയിൽ NCC ക്യാമ്പിൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായതിനെ തുടർന്ന് വിദ്യാർത്ഥികളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അധികൃതർക്കെതിരെ ഗുരുതരമായ ചില ആരോപണങ്ങളാണ് വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഇപ്പോൾ ഉയർത്തുന്നത്. ക്യാമ്പ് പിരിച്ചുവിട്ടിട്ടുണ്ട്. KM കോളേജിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ, പോലീസ് ഒക്കെ അവിടേക്ക് എത്തിയിട്ടുണ്ട്. രക്ഷിതാക്കളുടെ പ്രതിഷേധം ശക്തമായതിന് പിന്നാലെ ഈ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നുണ്ട്, അണ്ടർ കൺട്രോൾ ആണെന്നാണ് പറഞ്ഞത്. കളക്ടർ ഇപ്പം ഞാൻ വിളിച്ചിരുന്നു, കളക്ടർ തീരെ വയ്യാതെ കിടക്കുകയാണ്, അതുകൊണ്ട് കളക്ടർ ഇപ്പോൾ ഒഫീഷ്യൽസിനെ വീണ്ടും അയക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ വന്നിട്ട് എന്താ കാര്യങ്ങളെന്നൊക്കെ ഒന്ന് അറിഞ്ഞിട്ട് സംസാരിച്ചിട്ട്. കുട്ടികൾക്കുണ്ടായത് ഭക്ഷ്യവിഷബാധം മാത്രമല്ല, കുട്ടികളെ ശാരീരികമായും മാനസികമായും പീഡിപ്പിക്കുന്ന ഒരു നില ഈ സേനാ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായെന്നാണ് പറയുന്നത്. ഞാൻ ഒന്ന് സംസാരിക്കട്ടെ, അതറിയില്ലാതെ ഞാൻ പറയില്ല, അവരെ ഒന്ന് കേൾക്കട്ടെ. ഇപ്പോൾ ഉമാ തോമസ് MLA അടക്കം ഇപ്പോൾ ആ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്, KM കോളേജിലേക്ക് എത്തിയിട്ടുണ്ട്. ചെറിയൊരു ഇടവേളയിലേക്ക് പോവുകയാണ്. ഇടവേളയ്ക്ക് ശേഷം തിരികെ എത്താം. ഷോർട്ട് ബ്രേക്ക്. KM കോളേജിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. ഉമാ തോമസ് MLA ഇപ്പോൾ സംഭവ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. പോലീസ് ഉദ്യോഗസ്ഥരുമായി സംസാരിക്കുന്നുണ്ട്. ക്യാമ്പ് ഓഫീസർമാരോട് സംസാരിക്കും എന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോഴും പ്രതിഷേധം അവിടെ തുടരുകയാണ്. രക്ഷിതാക്കൾ അവിടെ തുടരുന്നുണ്ട്. ക്യാമ്പ് പിരിച്ചുവിട്ടു എന്ന അറിയിപ്പിന് പിന്നാലെ ചില രക്ഷിതാക്കൾ കുട്ടികളുമായി മടങ്ങുന്നുണ്ട്. അമൽ സുരേന്ദ്രൻ വിവരങ്ങളുമായി ചേരുകയാണ്. അമൽ, ഇപ്പോഴും പ്രതിഷേധം ശക്തമായി തന്നെ തുടരുന്നു. പോലീസ് ഈ ഘട്ടത്തിൽ സ്വീകരിക്കുന്ന സമീപനം എന്താണ്? ഈ രക്ഷിതാക്കളെ തടയുന്നതും കയർക്കുന്നതും ഒക്കെ കാണുന്നുണ്ട്. പോലീസിന്റെ സമീപനം എന്താണ്? സമയത്താണ് കുട്ടികളുടെ മാതാപിതാക്കൾ ഈ ഒരു ഭാഗത്തേക്ക് ഇടിച്ചു കയറി വരികയും വീണ്ടും സ്ഥിതിവിശേഷങ്ങൾ കുറെ കൂടി അശാന്തമായി തുടരുന്ന സാഹചര്യം ഉണ്ടായതും ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് കുട്ടികൾ താമസിക്കുന്ന, അതായത് NCC കുട്ടികൾ താമസിക്കുന്ന ബിൽഡിങ്ങിന് ചുവട്ടിലാണ് മാതാപിതാക്കളും നാട്ടുകാരും തടിച്ചുകൂടിയിട്ടുള്ളത്. ഇവിടുത്തെ സ്ഥിതിവിശേഷങ്ങൾ അങ്ങേയറ്റം രൂക്ഷമായി തന്നെ തുടരുകയാണ്. കുട്ടികളും മാതാപിതാക്കളും ഈ ഒരു വിഷയത്തെ അങ്ങേയറ്റം വൈകാരികതയോടുകൂടി തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഇവരെ ഏറ്റവും കൂടുതൽ പ്രകോപിപ്പിക്കുന്നത് കുട്ടികൾക്കുണ്ടായിട്ടുള്ള ഭക്ഷ്യവിഷബാധ, അതോടൊപ്പം തന്നെ ഈ കുട്ടികളുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ആരോപണം എന്ന് പറയുന്നത് NCC ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന്, NCCയിലെ സേനാ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന്, NCC അധ്യാപകരുടെ ഭാഗത്തുനിന്നൊക്കെ ഈ കുട്ടികൾക്ക് നേരെ ഉണ്ടായിട്ടുള്ള മർദ്ദനമാണ്, അവരുടെ മുഖത്തടിച്ചു എന്ന് പറയുന്ന ആരോപണമാണ്. ഈ കുട്ടികളുടെ ഭാഗത്തുനിന്നുണ്ടാകുന്ന ഇത്തരം ആരോപണങ്ങളുടെ സ്ഥിതിവിശേഷങ്ങൾ നമ്മൾ കൂടുതൽ മനസ്സിലാക്കേണ്ടതുണ്ട്. നിലവിലിവിടെ പോലീസ് ഉദ്യോഗസ്ഥർ വന്നിട്ടുണ്ട്. Sir, what exactly happened here? I don't know. I have just come to basically to investigate and things like that. I cannot comment anything. But people say that it's really inhuman situation. I don't know. I cannot comment anything on that. Just let me first investigate. Do you have any idea about the food poison just happened? I heard about that. Just we will investigate and we will let you know.
നമുക്കിപ്പോൾ NCCയുടെ ഉദ്യോഗസ്ഥന്റെ ഭാഗത്തു നിന്ന് നമുക്കൊരു പ്രതികരണം ലഭിച്ചിട്ടുണ്ട്. ഈ ഒരു വിഷയത്തെക്കുറിച്ച് കൂടുതൽ അന്വേഷണം നടത്തും എന്നാണ് NCCയുടെ ഒരു മുതിർന്ന ഉദ്യോഗസ്ഥന്റെ ഭാഗത്തു നിന്നും നമുക്ക് ലഭിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു വിവരം എന്ന് പറയുന്നത്. എന്താണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്, എന്താണ് സംഭവിച്ചത് എന്നതിനെക്കുറിച്ചെല്ലാം വിശദമായിട്ടുള്ള അന്വേഷണങ്ങൾ NCC ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്നാണ് പറയുന്നത്. ഗൗരവതരമായി തന്നെയാണ് NCCയും ഈ ഒരു വിഷയത്തെ കാണുന്നത്. അതോടൊപ്പം തന്നെ കുട്ടികളുടെയും മാതാപിതാക്കളുടെയും ആരോപണം, അവർക്കെതിരെ ഉണ്ടായിട്ടുള്ള അക്രമങ്ങളുടെ, അവർക്കെതിരെ ഉണ്ടായിട്ടുള്ള മർദ്ദനങ്ങളെ കുറിച്ചുള്ള ആരോപണത്തിൽ കഴമ്പുണ്ടോ ഇല്ലയോ എന്ന രീതിയിലുള്ള ആവശ്യങ്ങൾ നടത്തുന്ന അല്ലെങ്കിൽ അന്വേഷണങ്ങൾ നടത്തുന്നതെല്ലാം വരും മണിക്കൂറുകളിൽ ഉണ്ടാകും, വരും ദിവസങ്ങളിൽ ഉണ്ടാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അമൽ സുരേന്ദ്രൻ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഉന്നത ഉദ്യോഗസ്ഥരടക്കം ഇപ്പോൾ എല്ലാം ഒന്ന് അന്വേഷിച്ചിട്ട് വേണം എന്തെന്ന് പറയാനായിട്ട്. ഈ സമയത്ത് നമ്മളിപ്പോൾ എന്താ പറയാനായിട്ട്, എല്ലാം ഒന്ന് അന്വേഷിച്ചിട്ട് അതിനൊരു തീരുമാനം എടുക്കും നമ്മള്. ഓക്കെ, ഞാൻ പറഞ്ഞില്ല, ഞാനിപ്പോ 5 മിനിറ്റ് ആയുള്ളൂ ഞാൻ വന്നിട്ട്. എല്ലാം അന്വേഷിച്ചിട്ടൊന്ന് പറയാല്ല, മനസ്സിലായില്ലേ? അതുവരെ ഒന്നൊരു വെയിറ്റ് ചെയ്യേ. താങ്ക് യു. 5 നിമിഷം മാത്രമേ താൻ ഇവിടെ വന്നിട്ടുള്ളൂ. അതിനുള്ളിൽ എങ്ങനെയാണ് മറുപടി പറയുക? താൻ അന്വേഷിച്ച് വേണ്ടമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് തന്നെയാണ് NCC ഒഫീഷ്യൽസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്ന പ്രതികരണം എന്ന് പറയുന്നത്. ഏതായാലും ഈ ഒരു വിഷയം ചെറിയൊരു വിഷയമല്ല, വെറും ഒരു ഭക്ഷ്യവിഷബാധയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു കാര്യമല്ല ഇത്. കാരണം അത്രമാത്രം ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് NCCയെ കുറിച്ച്, NCCയുടെ പ്രവർത്തനങ്ങളെ കുറിച്ച്, അല്ലെങ്കിൽ NCCയിലെ ചില ഒറ്റപ്പെട്ട വ്യക്തികളെ കുറിച്ചെല്ലാം ഇവിടെ വിദ്യാർത്ഥികൾ ഉന്നയിച്ച ആരോപണങ്ങളിലുള്ളത്. ഈ ആരോപണങ്ങളിൽ കഴമ്പുണ്ടോ ഇല്ലയോ എന്നായിരിക്കും വരുന്ന ആളുകളിൽ പ്രധാനമായിട്ടും അന്വേഷിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം. ഏതായാലും ഇപ്പോൾ വിദ്യാർത്ഥികൾ നമ്മളോട് ചേരുന്നുണ്ട്. ഈ വിദ്യാർത്ഥികൾ എന്താ സംഭവിച്ചത്? ഒരാവശ്യമില്ലാണ്ട് വെറുതെ മോത്തിട്ടടിക്കണേ, കൊല്ലൂന്നൊക്കെ പറയണ ഒരാവശ്യമില്ലാണ്ട്. ഒന്നാമത് കെമിക്കലുള്ളൂ, അത് കഴിച്ച് സൗണ്ട് ഇല്ല മോത്തിട്ടടിച്ച്. 5 പേരെ കൊന്നിട്ടുണ്ട്, നമ്മളെ കൊന്നാൽ ആരും അറിയില്ല എന്നാ പറഞ്ഞേക്കണ അയാള്. ഫസ്റ്റ് ക്യാമറ വന്ന ആള് താടി വെച്ചത്, കത്തി വെച്ചാള്, കത്തി വെച്ച് താടി വെച്ചാള് അയാള് വലിയ ആളാന്ന് പറഞ്ഞു. അപ്പോൾ കുട്ടികളുടെ ഭാഗത്തുനിന്ന് ശക്തമായിട്ടുള്ള ആരോപണങ്ങളാണ് ഉന്നയിക്കപ്പെടുന്നത്.